നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഏവരും നമ്മുടെ രാജ്യത്തെ പറ്റി രാജ്യങ്ങൾ. നമ്മുടെയൊക്കെ രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഭാഷകൾ വേറെ ഒരു രാജ്യത്തും ഉണ്ടാവുകയില്ല. ഇത്രയേറെ വൈവിധ്യമുള്ള ആചാര രീതികൾ, അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകൾ, ഇതൊക്കെ ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങളിൽ പോലും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും മേലെ തൊട്ട് കശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള യാത്രകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും, ഓരോ ദേശങ്ങളിലും അല്ലെങ്കിൽ കുറേ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പലപ്പോഴും പല കാര്യങ്ങളുടെയും വ്യത്യാസം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയേറെ വ്യത്യസ്തമായ സംസ്കാരമുണ്ടായിട്ടും ഇത്രയേറെ വളരെ വർഷങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പമുള്ളൊരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യം. അപ്പോൾ ഈ ഒരു രാജ്യത്ത് നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഓരോ ചെറിയ പൗരന്റെ അടുത്തേക്ക് ചെല്ലുവാൻ നിന്ന് വ്യത്യസ്തമായ മാർഗങ്ങൾ കൂടിയുണ്ട്. എങ്കിലും നമ്മളൊക്കെ നമ്മുടെ തനതായ സംസ്കാരത്തിലും നമ്മുടെ ഭാഷയിലും നമ്മുടെ ജീവിത രീതികളിലുമൊക്കെ തന്നെ മുൻപോട്ട് പോകുവാനായി ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്കായി കൈരളി ടിവിയുടെ പ്രത്യേക പ്രോഗ്രാം അമേരിക്കൻ കഫേ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലിയാണുള്ളത്. നമ്മൾക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നേരുകയാണ് അമേരിക്കൻ കഫേയിലേക്ക്. യെസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കഫേയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ എന്നൊരു വലിയ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ചാണ്, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെ കുറിച്ച്. നിറങ്ങളുടെ ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. പ്രത്യേകിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ നിറങ്ങൾക്ക് വളരെ പ്രാമുഖ്യം നമ്മൾക്ക് കാണാൻ പറ്റും. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെയൊക്കെ രാജ്യത്തിൽ, അതായത് നമ്മളുടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് നിറച്ചാർത്തുകൾ നമ്മുടെ പ്രകൃതിയിൽ വ്യത്യസ്തമായി നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നതാണ്. ഇതേപോലെ കേരളത്തിന്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ മറ്റേത് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ വിചിത്രങ്ങളായ പലതരം ആചാരങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ ജീവിത രീതിയിലും അതുമാത്രമല്ല നമ്മളുടെ സംസ്കാരത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. അതിപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിൽ അങ്ങ് ദൂരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടിയും അവിടെയുള്ള ജീവിത രീതിക്കും അത് മാത്രമല്ല പ്രകൃതിക്കുമൊക്കെ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കേരളത്തിലെ പോലെ തന്നെ കായൽ, കടൽ, മലനിരകൾ ഇതെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളും ലോകത്ത് വളരെ വിരളമായിട്ടുള്ളതാണ്. പക്ഷെ ഇത്തരം ചില ജീവിത രീതികൾക്കിടയിലും നമ്മൾക്ക് ചില കൊച്ചു കൊച്ചു തെറ്റുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടി പറ്റാറുണ്ട്. നമ്മളുടെയൊക്കെ സംസ്കാരവുമായി വളരെ അടുത്തിടപെടുന്ന ജീവിതങ്ങളാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന ഓരോ ആഘോഷങ്ങളും സന്തോഷിക്കുവാനുള്ള ഓരോ മാർഗങ്ങളായി തന്നെയാണ് നാം മലയാളികൾ എന്നും കണക്കാക്കുന്നത്. അതിപ്പോൾ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ ആഘോഷങ്ങളായ ഓണം, ക്രിസ്മസ്, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു കൊച്ചാഘോഷങ്ങളിൽ പോലും നമ്മുടെ മനസ്സും നമ്മളുടെ പ്രസൻസും ഒക്കെ വളരെയധികം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് നമ്മൾ. അതും കൊച്ചുകുട്ടി കുടുംബം അടക്കം എല്ലാവരും കൂടി പോയി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതാണ് നമ്മളുടെ രീതി. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിപ്പോൾ പൂരങ്ങളുടെ മാസമാണ്. മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് തരം ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു മാസമാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ മലയാളികളെയൊക്കെ വേദനയിൽ ആഴ്ത്തിയ ഒരു ചെറിയ സംഭവം കൂടെ, ചെറുതല്ല, വളരെ മലയാളത്തിലല്ലേ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സംഭവിച്ചിട്ടുള്ള അപകടങ്ങളിൽ വളരെ വലുതായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് കൊല്ലം പരവൂരിൽ നടന്ന വെടിക്കെട്ട് ദുരന്തം. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ. പക്ഷെ അതിനുശേഷം വന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയൊക്കെ തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കുകളും ആൾക്കൂട്ടവും അവിടുത്തെ പൂരത്തിന്റെ മേളക്കൊഴുപ്പും ഒക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരായി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാധ്യതയുണ്ടാക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അടുത്ത സോങ്ങിലേക്ക് കിടക്കാം. അമേരിക്കൻ കഫേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലി. ആ ഒരു സോങ്ങിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അമേരിക്കൻ കഫേയിൽ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കോൾസ് വരുന്നുണ്ട്, കോൾസ് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടുതൽ ഊർജ്ജസ്വലരായി കോൾ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ നമുക്ക് ഇന്നത്തേത് വായിക്കാം. ഹലോ ആൻഡ് ബിലേറ്റഡ് വിഷു ആശംസകൾ. ദിസ് ഈസ് കിയാര ഹനാലൂയി ഫ്രം ഫ്ലോറിഡ.
I'm a theatre artist here. Previously, my parents were so skeptical about my profession, but now they have agreed to it pretty much. ഇതൊക്കെ മലയാളി പേരൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലേ. പലപ്പോഴും അവർക്ക് അത്ര പരിചിതമല്ലാത്ത ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചൊക്കെ ഒരു സംശയമായിരിക്കും. പിന്നെ എന്താ പറയുക, ഫാമിലിയാണ്, മാത്രമല്ല ഓരോ കാര്യങ്ങളും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ. ദിസ് ഹാപ്പൻസ് എവരിവെയർ. അപ്പോൾ ഒരിടത്ത് മാത്രമുള്ള കാര്യമല്ല എന്ന് തോന്നുന്നു. Agreed pretty much. I'm having a European tour with my team by the end of this month. We will be performing at almost all the prestigious stages around Europe. It was a dream of mine for many years. It happens. നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പൗലോ കോയിലോ പറയുന്നത് പോലെ തന്നെ അത്രയേറെ മനസ്സ് ദൃഢമാക്കി വെച്ച് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നടക്കും. ആ ഡെസ്റ്റിനി നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. Please play a tune for my family and friends who have supported for this long journey. Love you all with loads of loves and hugs. കിയാര ഹന്ന ലൂയി ഫ്രം ഫ്ലോറിഡ. അപ്പോൾ കിയാര ഹന്ന ലൂയി പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ. മാത്രമല്ല ഇത്രയും വലിയൊരു സംരംഭം നമ്മുടെ ജീവിതത്തിൽ, ഇത്രയും വലിയൊരു അറ്റം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ട് വേണം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് വേണം. ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾക്കൊരു വിൽ പവർ വേണം അല്ലേ. ആ ഒരു വിൽ പവറൊക്കെ ഉണ്ടായി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിയാര ഹന്ന വളരെ മിടുക്കിയായിട്ട് തന്നെ തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കിയാരയ്ക്ക് വേണ്ടിയിട്ടും കിയാരയുടെ ഫ്രണ്ട്സ്, ഫാമിലി, ടീംമേറ്റ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മളുടെ നെക്സ്റ്റ് സോങ്. അതേ, നമ്മൾ തിരിച്ചെത്തുന്നു അമേരിക്കൻ കഫേയിലേക്ക്. നമ്മൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. സോങ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കൂടുതൽ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും കോൾസ് ചെയ്തുകൊണ്ടിരിക്കുക, ലെറ്റേഴ്സ് അയച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ നമ്മൾക്ക് വേഗം വായിക്കാം. ഞാൻ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത് കൊണ്ട് ലെറ്റേഴ്സ് വായിക്കുമ്പോഴല്ല സംസാരിക്കുന്ന ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് 1-2 ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും എല്ലാം വളരെ വേഗം പറയണമെന്നുള്ളൊരു ആഗ്രഹം. ഞാൻ 2 ആഴ്ച മുമ്പ് വായിച്ചൊരു ലെറ്ററിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഹലോ കേല ആൻഡ് ഹലോ മലയാളീസ്. വളരെ സ്നേഹത്തോട് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഏബൽ എബ്രാഹാം ആണ്. ഏബൽ എബ്രാഹാം എഴുതിയിരിക്കുന്നത് ഹ്യൂസ്റ്റൺ എന്നാണ്. ലെറ്റ്സ് റീഡ് ദ ലെറ്റർ. ഹോപ്പ് യു ഓൾ ആർ എൻജോയിങ് സമ്മർ ദർ. I'm an insurance agent and also an aspiring musician from Houston. ജീവിതത്തിൽ എല്ലാവർക്കും പലപ്പോഴും ഒരു ടാലൻറ്റ് മാത്രമല്ല ഉണ്ടാവുക, ഒരു സ്കില്ല് മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ മേ ബി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു ഏബൽ എബ്രാഹാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഹീസ് വർക്കിംഗ് ആസ് എൻ ഇൻഷുറൻസ് ഏജൻറ്റ് ആൻഡ് ഓൾസോ an aspiring musician. But regarding the facts, the former I'm a successful business person, but for the latter I'm just a beginner. ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിൽ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, സംഗീതം എന്ന മഹാസമുദ്രത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് എന്ന്. മേ ബി അതുപോലെ ആയിരിക്കും ഏബിലും പറഞ്ഞു വരുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളുടെ ചില പാഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾക്ക് പെർസ്യൂ ചെയ്യാൻ ജീവിതത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ചില സമയങ്ങളിൽ കുറവായിരിക്കും. പിന്നെ ദ ലക്ക് ടു മീറ്റ് റൈറ്റ് പേഴ്സൺസ് എന്ന് പറയുന്നതും ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി അതൊരു ആർട്ട് ഫീൽഡ് ആണെങ്കിൽ അത്തരമൊരു കാര്യം വളരെ കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഏബിൾ പറയുന്നത് പോലെ തന്നെ ഏബിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മ്യൂസീഷ്യൻസ് മലയാളത്തിലെ ജോൺസൺ മാഷ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 90s സമയത്ത് ഉണ്ടാകുന്ന വളരെ മെലോഡിയസ് ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ട് ജോൺസൺ മാഷിൻ്റേത്. അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പം നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വലിയ ചലച്ചിത്ര ശാഖ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നല്ല സോങ്സ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ഭാഷയിൽ ഏതെങ്കിലും ഒരു സോങ് പാടുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്തോഷം ഒരിക്കലും നമ്മൾ തമിഴ് മൂവി സോങ്സ് കേട്ടാലോ ഹിന്ദി കേട്ടാലോ ഒന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ അതൊക്കെ ഇഷ്ടമുള്ളവർ നമ്മളിൽ ഉണ്ടാവും. എസ്പെഷ്യലി ഒരു ടീനേജ് കാലഘട്ടത്തിലായിരിക്കും ഈ മലയാളം ഒന്നും അല്ല വേണ്ടത്, നമ്മൾക്ക് കുറേ ഹിന്ദി പാട്ടുകൾ കേൾക്കണം, തമിഴ് പാട്ടുകൾ കേൾക്കണം, ഹിന്ദി മൂവീസേ കാണുള്ളൂ എന്നൊക്കെയുള്ള ഡിസിഷൻ വരുന്നത്. പക്ഷെ അതിനുശേഷമൊക്കെ ലൈഫ് കുറച്ചൊന്ന് പക്വതയോടുകൂടി കാണുവാനുള്ള സമയമാകുമ്പോഴേക്കും എഗെയിൻ നമ്മൾ മലയാളത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ റൂട്ട്സിലേക്കും നമ്മൾ പണ്ടൊന്നും കേട്ടുമറന്ന ചില ഗാനങ്ങളിലേക്കും ഒക്കെ നമ്മൾ തിരിച്ചു പോകാറുണ്ട്. തിരിച്ചു പോകുവാൻ നമ്മൾ അധികമൊന്നും വൈകിട്ടില്ല. തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ റൂട്ട്സിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു നല്ല ഗാനമാണ് അടുത്തതായി അമേരിക്കൻ കഫേയിൽ.
നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും മഴയുടെ ഒരു ഗന്ധവും അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ വളരെ റൊമാൻറ്റിക് ആവുന്ന ഒരു സ്വഭാവമുണ്ടല്ലേ? സ്വഭാവമല്ല കേട്ടോ, നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ കേരളത്തിൽ ഈ 6 മാസത്തോളം മഴ സ്ഥിരമായി പെയ്യുന്ന ഒരു സ്ഥലത്ത് മഴക്കാലത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തേക്ക് കുറേയൊക്കെ മടുത്തു പോകും അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്ന് മഴ വേഗം പെയ്യണമേ എന്നാണ്. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊക്കെ തോന്നും, ഈശ്വര ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്നല്ലേ? അപ്പോൾ ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. എന്ത് പറ്റി? നമ്മളുടെ ഈ കോളേഴ്സ് ആരുടെയും കോളൊന്നും കംപ്ലീറ്റ് ആകുന്നില്ല. ഇല്ല, കോളർ അല്ലായിരുന്നു അത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്ററിലേക്ക് കിടക്കാം. Hi all, I don't know whether you read this letter because for a long time I haven't spent my time for writing a letter. It's either messages or short phone calls. I don't like to talk too much. ഹായ്, നല്ല കുട്ടി. ആ സ്വഭാവം ഒരു ഇത്തിരി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന തല്ലിന് എത്ര കുറവുണ്ടായിരുന്നെന്ന് ഞാനിപ്പം ആഗ്രഹിച്ചു പോവുകയാണ്. കുറച്ച് സംസാരിക്കാതിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ചില സമയത്തൊക്കെ നല്ലത്. ബിക്കോസ് വൺസ് ഒരിക്കൽ എൻ്റെ ഒരു സ്കൂളിലൊരു ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ഒരു ലെക്ചർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ലോകത്തെ മാറ്റിമറിച്ച വ്യക്തികൾ, ലോകത്ത് വളരെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള തോട്ട്സ് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികൾ പലരും അധികം സംസാരിക്കുന്നവരല്ല എന്ന്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് കുറേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരുന്നൊക്കെ. മേ ബി സയൻറ്റിസ്റ്റ് ആകാം, അതുപോലെ തന്നെ നമ്മളുടെ റിലീജിയസ് ലീഡേഴ്സ് ആകാം. ശ്രീബുദ്ധനൊക്കെ കുറേ കാലം സംസാരിക്കാതെ ഒരു ഹാലിൻ ചൂട്ടിൽ ഇരുന്നതിന് ശേഷമാണല്ലോ പെട്ടെന്ന് ബോധോദയം ബുദ്ധനായത് അല്ലേ? അപ്പോൾ അത്തരം ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല നല്ല തോട്ട്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ കാലം സംസാരിക്കാതിരിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഫോർ ബ്രില്യൻറ്റ് മൈൻഡ്സ്, ബട്ട് നോട്ട് ഫോർ സ്റ്റുപ്പിഡ് പീപ്പിൾ ലൈക്ക് മീ. എനിക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല, എന്താ ചെയ്യാ? I don't like to talk too much, especially with people who are not very close to me. Whenever I come to India, I hate people asking about my relationship status and future life. ഇറ്റ് ഹാപ്പൻസ് അല്ലേ? നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് എപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആൾക്കാർ, പരിചയമുള്ള ആൾക്കാർ ഇപ്പൊക്കെ കുറച്ച് പ്രായവരായിരിക്കാം. കുട്ടികളാണെങ്കിൽ അവർക്ക് ഇപ്പം കുറച്ചുകൂടെ വലിയ വലിയ ക്ലാസ്സുകളിലേക്കായിരിക്കാം. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട സമയം കേട്ട കാര്യങ്ങൾ തൊട്ട് ആ ഒരു ടൈം വരെ, ആ ഒരു പോയിന്റ് ഓഫ് ടൈം വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഇവർ ചോദിക്കും. എന്താ ചെയ്യുന്നത്, ജോലി എന്തായി, അവിടെ മഴയുണ്ടോ വെയിലുണ്ടോ. പക്ഷേ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ് കേട്ടോ. എല്ലാവരുടെയും കാര്യങ്ങൾ അറിയുകയും എല്ലാവരോടും ഒരു സർക്കിളിനുള്ളിൽ, നമ്മുടെ ഒരു സർക്കിളിനുള്ളിൽ എല്ലാവരെയും കൊണ്ടുവരികയും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നാട്ടിൽ വരുമ്പോൾ അതൊരു എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യും. അല്ലാതെ നമ്മളുടെ അഭിലാഷിനെ പോലെയുള്ളവരാണെങ്കിൽ അതൊന്നും അത്ര എൻജോയ് ചെയ്യാനുള്ള സാധ്യതയില്ല അല്ലേ? But I think I'm missing my people too much nowadays. So put an interesting song for my dad and my mom. Take care. അഭിലാഷ് തോട്ടത്തിൽ. അപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇപ്പം നാട്ടിലൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ അറിയുവാനുള്ള ആൾക്കാർ പലപ്പോഴും നമ്മളുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യണം എന്നൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. കാണുമ്പോൾ എന്തൊക്കെ ഒരു കൊച്ചു വർത്തമാനം പറയാന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ? നമ്മളുടെ പഴയ ബാർബർ ഷോപ്സ്, നാട്ടിലുള്ള കൊച്ചു പെട്ടിക്കടകൾ, അതുപോലെ ബസ് സ്റ്റോപ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൂടുമ്പോൾ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ കലബലാന്ന് ശബ്ദം കേൾക്കാം. എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഗോളാന്തര വാർത്തകൾ, അതായത് അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ, റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ജപ്പാനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും അവരുടെ ലൈഫായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ they like to discuss about things. അവർക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാനും മാത്രമല്ല അവരുടേതായിട്ടുള്ള ഒരു പോയിന്റ്, അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ അടിവരയിട്ട് പറയുവാനുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇത്തരം സ്ഥലങ്ങൾ. ആ സ്പേസ് തന്നെയാണ് നമ്മളിപ്പോൾ വാട്സപ്പിനും FBക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ ഒപ്പീനിയൻസ് ഇതൊക്കെ നമ്മൾ അവിടെ അങ്ങ് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതിരുന്ന ആൾക്കാരുടെ ലൈഫായിരുന്നു അന്ന് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സോങ് കാണുവാനുള്ള സമയമായി എന്ന് ബോധ്യമാകും. നമുക്കൊരു സോങ്ങിലേക്ക് കടക്കാം. അമേരിക്കൻ കഫേ. ഹലോ ഹലോ, ആ ശബ്ദം കേട്ടില്ലേ? പീനം. അതാണ് ഒരു കോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം, കൃത്യമായ ശബ്ദം. ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയത്തില്ല. രാവിലെ തൊട്ട് ഞാനിവിടെ വന്നിരുന്നിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ എപ്പോൾ ഒക്കെ ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ ഒക്കെ കോൾ കട്ടായി പോയില്ലേ? കോൾ കട്ടായില്ലേ? കട്ടായി. അത് തന്നെ. ഒരു കോൾ ഇവിടെ ഉണ്ട്. ഹലോ ഹലോ,
യെസ്, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സഞ്ജു എന്നാണ്. ഞാൻ ഫ്ലോറിഡയിൽ നിന്ന് വിളിക്കുന്നു. സഞ്ജു. ഓക്കെ, സഞ്ജു എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആൺകുട്ടികൾക്ക് കേൾക്കുന്ന ഒരു പേരാണോ? ആണോ? അതെ. ആണോ? പിന്നെ എന്താണ് പേരൻസിന് അങ്ങനെ ഒരു പേരിടാൻ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നിയത്? വീട്ടിലെ എന്താ ആൺകുട്ടികൾ ഇല്ലാത്ത മീൻ ബ്രദേഴ്സ് സിബ്ലിങ്സ് ആയിട്ട് ഇല്ലാത്ത ഒരാളാണോ? അല്ല, എനിക്ക് ഒരു ചേട്ടനും ഉണ്ട്, ഒരു ചേച്ചിയും ഉണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ സഞ്ജു എന്ന പേര് അങ്ങ് ഡിസൈഡ് ചെയ്തു അല്ലേ? അതെ. അപ്പൊ എന്തോ അവർക്കപ്പൊ ഇഷ്ടമായിട്ടിട്ടായിരിക്കണം, എന്താ അറിയില്ല എനിക്ക്. ചോദിച്ചിട്ടില്ലേ അതിനെ പറ്റി ഒന്നും? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛന്റെ പെങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു നെയിം ആയിരുന്നു, അതുകൊണ്ട് അങ്ങ് കിട്ടൂന്നാ പറഞ്ഞേ. ആണല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അത് സാരമില്ല. ഇപ്പൊ പല നെയിംസും നമ്മൾ യൂണിസെക്സ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും നെയിംസ് എന്താന്ന് വെച്ചാൽ അതിന്റെ മീനിങ്സിനോടൊക്കെ കുറെ അറ്റാച്ച് ചെയ്തിട്ടാണ് പലരും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. അത് കേൾക്കുമ്പോൾ അത് ഭംഗി, അതൊരു നല്ല കാര്യമാണ്. അല്ല, വിളിക്കാനൊക്കെ എളുപ്പമുള്ള ഒരു പേരല്ലേ സഞ്ജൂന്ന്, അല്ലേ? അതന്നെ. ഓക്കെ, എന്റെയൊക്കെ പേര് ആരെങ്കിലും വിളിച്ചാൽ എന്താണെന്നറിയാവോ പ്രശ്നം? ആൻ എന്നുള്ളത് നീട്ടി വിളിക്കുമ്പോ എങ്ങനെയാവും? ഒന്ന് നീട്ടി വിളിച്ചു നോക്കോ? അതാണ്. അത് തന്നെ. ഓ, അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലേ അങ്ങനെ വിളിച്ചത്? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എപ്പോഴും പോയിട്ട് കംപ്ലൈന്റ് ചെയ്യായിരുന്നു ടീച്ചറിന്റെ അടുത്ത്, എന്നെ ആനയെന്ന് വിളിച്ചിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ആർക്കും എന്റെ പേര് നീട്ടി വിളിക്കുമ്പോ ആനേന്നായി പോകും എന്നുള്ളത്. എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ നല്ല പേരാവായിരുന്നു എന്ന്. എന്ത് ചെയ്യണു സഞ്ജു? ഞാനിവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, എത്ര വർഷമായി അവിടെ? ഇവിടെ 10 വർഷം. 10 വർഷം, 10 ലോങ് ഇയേഴ്സ് അല്ലേ? നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ അറിയാറുണ്ടോ? വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു. വിഷു ഒക്കെ കഴിഞ്ഞല്ലേ, എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു വിഷു ആഘോഷമൊക്കെ? ഇവിടെ നല്ല ആഘോഷമായിരുന്നു, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങളുടെ കൾച്ചറൽ അസോസിയേഷൻ ഉണ്ട്, നവകേരള ആർട്സ് ക്ലബ് ഉണ്ട്, കേരള സമാജമുണ്ട്, പിന്നെ ഞങ്ങളുടെ കേരള ഹിന്ദു സൗത്ത് ഫ്ലോറിഡ ഉണ്ട്. അതിന്റെ ആഘോഷങ്ങളെ കഴിഞ്ഞതേ ഉള്ളൂ. ആണല്ലോ, ഒരു വലിയ ലിസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാടുണ്ട് ഇവിടെ. വെരി ഗുഡ്. ഞാനും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ചോദിച്ചെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പം വിഷു ഒക്കെ ആവുമ്പോഴേ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കൂടുകയാണെങ്കിൽ എല്ലാവരും ഓരോ കറി വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണോ? അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തു. ആണല്ലേ? സഞ്ജു എന്ത് കറി ഉണ്ടാക്കാനാണ് ഏറ്റവും ബെസ്റ്റ്, മിടുക്കി? ഞാൻ എല്ലാം ഉണ്ടാക്കും. നോൺ വെജ് ഉണ്ടാക്കും, വെജിറ്റേറിയൻ ഉണ്ടാക്കും. എന്റെ ഹസ്ബൻഡിന് ഇഷ്ടം നോൺ വെജിറ്റേറിയൻ ആണ്. ആണല്ലേ? അപ്പൊ ഒരു കൊച്ചു മിടുക്കിയാണ്, പാചകത്തിലും നൈപുണ്യമുള്ള ഒരാളാണ് അല്ലേ? വലിയ കുഴപ്പമില്ലാണ്ട് പോകും. അങ്ങനെ, അതൊരു എളിമയുടെ ഭാഷയല്ലേ? എങ്കിലും പരീക്ഷിക്കാറുണ്ട്. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുമ്പോ തോന്നിയിട്ടുണ്ടോ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അതേ രുചിയാണെന്നൊക്കെ? അത്രയൊന്നും വരില്ല. അതെ, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മമ്മി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി വരില്ല. ഇപ്പൊ വീട്ടിലിരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സഞ്ജു? നമ്മൾ എന്ത് കാര്യം കഴിക്കുമ്പോഴും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും. അയ്യോ, ഇതിൽ ഉപ്പ് കുറവാണോ, മുളക് കൂടുതലാണോ? പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ആർക്കെങ്കിലും വിളമ്പുമ്പോൾ അവർ ഉപ്പ് കൂടുതലാണെന്നോ മുളക് കൂടുതലാണെന്നോ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചോദിക്കും, അല്ലല്ലോ ഇത് കറക്റ്റ് ആണല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെപ്പോഴും പറയാറുള്ളതാണ്. നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? ശ്രമിക്കാറുണ്ട്. ശരിയാണ്. പക്ഷെ എന്താ പറയാ, ചില കുറവുകൾ, ചില കൂടുതലുകൾ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുക്കിംഗ് ഒരു പെർഫെക്റ്റ് ആവുന്നത്. എപ്പോഴും നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഒന്നും ആവില്ല വീട്ടിലായിരിക്കുമ്പോൾ. അതുകൊണ്ടാണല്ലോ അതിന് അങ്ങനെ ഒരു എന്താ പറയാ, വീട്ടിലെ ഭക്ഷണം അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഭക്ഷണം, നമ്മുടെ അടുക്കളയിലെ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ആർട്സ് ക്ലബ്, അവിടുത്തെ എന്താ പറയാ മലയാളി അസോസിയേഷൻ, ഇതിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ സഞ്ജു ഒരു പാട്ട് പാടുവോ? അയ്യോ, അത് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്തിലായിരുന്നു മത്സരിക്കുകയൊക്കെ? നോർമലി അങ്ങനെ മത്സരിക്കൊന്നും ചെയ്തിട്ടില്ല. മത്സരങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന സ്വസ്ഥമായ ഒരു ജീവിതമായിരുന്നു. അതെ, ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മളങ്ങനെ കേറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറൊന്നുമില്ലായിരുന്നു. ഓക്കെ. പക്ഷെ ഇനിയും അവസരങ്ങൾ ഒരുപാട് വരും കേട്ടോ. അപ്പോ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ഹിഡൻ ടാലന്റ്സ് ഉണ്ടായിരുന്നു എന്ന്. അതിനെ ഒന്ന് പുറത്തേക്ക് വിടാനുള്ളൊരു സമയം. അപ്പൊ നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഹസ്ബൻഡ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാവരുടെയും പേരുകൾ പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡ് എബി ആനന്ദ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരാള് ദേവ് ആനന്ദ്, മറ്റൊരാള് ഹരിദേവ് ആനന്ദ്. ഓക്കെ, അപ്പൊ 9ഉം 7ഉം 5ഉം വയസ്സ്. 9ഉം 5ഉം വയസ്സ്. അപ്പൊ വീട്ടിൽ എന്തായാലും ഒരു മേളം ആയിരിക്കും അല്ലേ എപ്പോഴും?
അതെ. ഓക്കെ. അപ്പൊ സഞ്ജു, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ഇനി വിളിക്കുമ്പോൾ കുട്ടികളെയും കൊണ്ട് കൂടെ സംസാരിപ്പിക്കും കേട്ടോ. അവരുടെ അടുത്തും കൂടെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. തീർച്ചയായും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സഞ്ജുവിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജിലും ഒക്കെ പോകുമ്പോൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, മാറി നിൽക്കാം എന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾക്കൊരു ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലി ലൈഫിലേക്ക് കയറുമ്പോഴായിരിക്കും. ചിലർക്ക് കുക്കിങ്ങിൽ അസാധ്യ കഴിവായിരിക്കും. ഇപ്പൊ സഞ്ജു പറഞ്ഞതുപോലെ, സഞ്ജു വളരെ ഹംബിൾ ആയിട്ട് പറഞ്ഞു, ഇല്ല അമ്മയുടെ അത്രയൊന്നും ഭക്ഷണം വരില്ല എന്ന്. പക്ഷെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. ഹാറ്റ്സ് ഓഫ് ടു യു സഞ്ജു. അത്രയൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഫാമിലി ഏറ്റവും നന്നായിട്ട് ബിൽഡ് ചെയ്യുന്നത് ആ ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ഡൈനിങ് ടേബിളിന്റെ മുൻപിൽ വെച്ചിട്ടായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന വർത്തമാനങ്ങളും അവിടെ ഉണ്ടാവുന്ന പൊട്ടിച്ചിരികളും ഒക്കെയാണ് പലപ്പോഴും ഒരു ഫാമിലിയെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഏറ്റവും നല്ല നല്ല ഫാക്ടേഴ്സ് ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു സോങ് കാണാം അമേരിക്കൻ കഫേയിൽ. അപ്പോൾ നമ്മൾ വീണ്ടും കോളേജിനെ കാത്തിരിക്കുകയാണ്. വീണ്ടും എത്താം അമേരിക്കൻ കഫേയിൽ തിരിച്ച്. പക്ഷെ അതിനു മുമ്പ് ഒരു സോങ് ഉണ്ട്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഹലോ. യെസ്, ആരാ? എന്റെ പേര് പ്രകാശ് എന്നാണ്. എന്റെ വൈഫിന്റെ പേര് അംബിക. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? നമ്മൾ അർക്കൻസാസ് നിന്നാണ്. ഹലോ. ഓക്കെ, രണ്ടുപേരും ഫോണിൽ സംസാരിക്കണ്ടല്ലേ? അതെ. ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? നമ്മൾ ടി വിയിൽ കാണുന്നതും ഫോണിൽ സംസാരിക്കുന്നതും തമ്മിൽ കുറച്ചൊരു സെക്കൻഡ്സിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ടി വിയിലേക്ക് നോക്കി സംസാരിച്ചാൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും. അതാട്ടോ. ഹലോ. ഓക്കെ, പേര് പറയൂ. അംബിക. ഓക്കെ, ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ. ഓക്കെ. ഹസ്ബൻഡോ? ഹസ്ബൻഡ് ഇപ്പൊ വിസിറ്റിന് വന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എത്ര വർഷമായി അംബിക അവിടെ? ഞാനൊരു 2 years. ഓക്കെ, എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പൊ നാട്ടിൽ എവിടെയാണ് വീട്? നാട്ടില് ട്രിവാൻഡ്രം. ഓക്കെ, ട്രിവാൻഡ്രത്തൊക്കെ ഇപ്പൊ നല്ല ചൂടാണ് കേട്ടോ. അതെ. ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തു. അതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം നിവാസികൾ. ഓക്കെ. വേറെന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് അംബികയ്ക്ക്? ജോലിക്ക് പോവുക, തിരിച്ചു വരിക, വീട്ടിലെ ജോലി ചെയ്യുക, ഇതിനൊക്കെ പകരം ഒരു മീ ടൈം കൊടുക്കുകയാണെങ്കിൽ അംബിക ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പണ്ട് പോയംസ് എഴുതുമായിരുന്നു. ഇപ്പൊ ഒട്ടും സമയം കിട്ടാറില്ല. പക്ഷെ ഒരു കാര്യത്തോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കുറിച്ചു വെക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പോയംസ് എഴുതിയത് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല അല്ലേ? ഇല്ല. പോയംസ് എഴുതുമായിരുന്നു, പണ്ട് എഴുതുമായിരുന്നു, സ്കൂളിലായിരുന്നപ്പോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ പോയംസ് ഒക്കെ എഴുതുന്ന ആളെന്ന് പറയുമ്പോഴേ പൊതുവെ മറ്റുള്ള പോയറ്റ്സ്, മറ്റു ലിറ്ററേച്ചർ, ഇപ്പൊ സ്റ്റോറീസ്, നോവൽസ്, ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും അല്ലേ? അങ്ങനെ വായിക്കാറില്ല, അതിനൊന്നും സമയമില്ല. റീഡിംഗ് ഒന്നുമില്ല, ആകെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ. കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ആഹാ. ഇത് ഹസ്ബൻഡിന് അറിയോ എഴുതുമായിരുന്നു എന്നുള്ള കാര്യം? അറിയാം. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും എഴുതണം എന്ന് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എഴുതുന്നില്ലേ എന്നൊക്കെ? അത് ചോദിക്കാറുണ്ട്, എഴുതാനൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ സമയം കിട്ടുന്നില്ല അല്ലേ? ഇല്ല, ഇപ്പൊ സമയം അങ്ങനെ കിട്ടുന്നില്ല. ഇവിടെ സീരിയസ്ലി അല്ല, ഇപ്പൊ എഴുത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരെന്ന് പറയുമ്പോഴേ ചിലർ ചോദിക്കും, ഒരു സൺഡേ കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? പക്ഷെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ എഴുതാൻ പറ്റില്ലല്ലോ അല്ലേ? അതിനൊരു തോട്ട് പ്രോസസ്സ് വേണം, നമ്മുടെ മൈൻഡ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവണം, എന്നാലേ എഴുതാൻ പറ്റുകയുള്ളൂ അല്ലേ? അത് മാത്രമല്ല, ഇവിടെ സൺഡേ ആയാലും ബാക്കി എന്തെങ്കിലും അവധി കിട്ടുമ്പോ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനും ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് പ്ലാൻ ചെയ്യുമല്ലോ. ഓക്കെ, അങ്ങനെ അല്ലേ? ഇപ്പൊ ഹസ്ബൻഡ് അവിടേക്ക് വിസിറ്റിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി? പോയി, പിന്നെ ഒഹായോ, ടുൾസ. ഇതിൽ ഏത് സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹസ്ബൻഡിന്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് നയഗ്ര തന്നെയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? അതിന്റെ അടുത്തേക്ക് നിന്ന്
പക്ഷെ കുറച്ച് നമുക്ക് എന്താ പറയാ, എനിക്കൊക്കെ ഈ വെള്ളച്ചാട്ടം കണ്ടാണല്ലോ സത്യത്തിൽ എനിക്ക് ഉള്ളിലൊരു ഭയം വരും, ഒരു പേടി. കാണുമ്പോഴുള്ള സന്തോഷം ഒരു വശത്തുണ്ടാവും, പക്ഷെ എന്തായാലും വെള്ളം കാണുമ്പോഴും ഇത്തിരി എന്താ പറയാ, ഇത്തിരി ഉയരത്തിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടാൽ, ഒരു വലിയ ബിൽഡിങ്ങിന്റെ മേലേക്ക് കയറി എനിക്ക് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടി തോന്നും. ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പേടികൾ നിങ്ങൾക്കുള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ? എന്തിനോടെങ്കിലും? അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഫോഴ്സിൽ ആ വെള്ളം വരുമ്പോ നമ്മൾ അതിന്റെ വളരെ അടുത്ത്, അതിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുക എന്നുള്ളതൊരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിയാണ്. നമ്മൾ നാട്ടിലൊക്കെ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് തോന്നും അല്ലേ? അതെ. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ കവിത എഴുതുന്ന ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. അംബികയോ ഹസ്ബൻഡോ ആ രണ്ടുപേരിൽ ആരെങ്കിലും പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടാറില്ല. രണ്ടുപേരും പാടാറില്ല. പാടാറില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു നുണ കേൾക്കുന്ന പോലെ തോന്നുന്നു. ശരിയാണോ? പാടാറില്ല അല്ലേ? ഓക്കെ, ഞാൻ ഇന്ന് ആരെയെങ്കിലും ഒരു കോളറിനെ കൊണ്ട് ഒരു പാട്ട് പാടി കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ടുള്ള കോളേജ് എന്തോ കേട്ടില്ല. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മെല്ലെ മെല്ലെ, ബാക്കിയൊന്നും ഓർക്കുന്നില്ല അല്ലേ? ബാക്കി കേൾക്കണ്ടോ? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം ചെയ്തു തരുമോ? ഓക്കെ, നെക്സ്റ്റ് വീക്ക് വിളിക്കുമ്പോ പഴയ ഏതെങ്കിലും ഒരു നല്ല പോയം തിരഞ്ഞെടുത്ത് കയ്യിൽ പിടിച്ചൊരു കോൾ ചെയ്യുമോ? ഓക്കെ, അതല്ലെങ്കിൽ അമേരിക്കൻ കഫേ അറ്റ് കൈരളി TV.in എന്ന് പറഞ്ഞ നമ്മള് വിചാരിച്ചില്ല. ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. വെരി ഗുഡ്, താങ്ക് യു. കിട്ടിയപ്പോ നമ്മള് ശരിക്കും ഒന്നും ഇതിനു വേണ്ടിട്ടൊന്നും പ്രിപ്പയർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് പ്രശ്നം പറ്റിയതല്ലേ? നോ പ്രോബ്ലം. നെക്സ്റ്റ് വീക്ക് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഒരിക്കൽ കൂടി വിളിച്ചോളൂ. മാത്രമല്ല അമേരിക്കൻ കഫേ കൈരളി TV.in എന്ന് പറയുന്ന നമ്മളുടെ ഇമെയിൽ ഐഡിയിലേക്ക് എഡിറ്റിലുള്ള പോയിംസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത് റീഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നോർമലി ലെറ്റേഴ്സ്. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ് ആൻഡ് എ മില്യൺ താങ്ക്സ് ഫോർ സിംഗിങ് കേട്ടോ. ആ ഒരു പാട്ടിന്റെ കുറെ ഭാഗങ്ങളൊന്നും അറിയില്ലെങ്കിലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ഒരു ധൈര്യം തന്നെയാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ആരും വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒപ്പം എന്നെ പോലുള്ള സാധാരണക്കാരും. അപ്പൊ ഇതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒന്ന് മൂഡൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഒരാൾ പാട്ട് പാടുന്നത്, പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലോ നമ്മൾ ആരുടെങ്കിലും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ഐസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് പാട്ട് പാടുമ്പോഴായിരിക്കും. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കോളർ ആയിരുന്നു അത്. പക്ഷെ ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ചില സമയത്ത് കോൾ കട്ടായി പോകും, ചില സമയത്ത് നമ്മൾക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാവില്ല, ബട്ട് സ്റ്റിൽ നമ്മൾക്ക് കാണുവാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സോങ് ഉണ്ട്. കണ്ടതിന് ശേഷം നമ്മളുടെ ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ തീർക്കുവാനുള്ള, വൈൻഡ് അപ്പ് ചെയ്യുവാനുള്ള സമയം അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും സാധാരണ പോലെ അമേരിക്കൻ കഫേയിലെ പോലെ എനിക്കൊരു കഥ ഓർമ്മ വന്നത്. ഇത് വളരെ പണ്ട് നടന്നൊരു കഥയാണ്. ഒരിടത്തൊരിടത്ത് ഒരു പ്രായമായ ഒരു മനുഷ്യനും അയാൾക്ക് ഒരു മോനും, ഒരു ചെറിയ മോൻ എന്ന് വെച്ചാൽ അത് അത്ര ചെറുതല്ല, ടീനേജൊക്കെ ആയിട്ടുള്ള ഒരു മകനും മാത്രമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാളൊരു കർഷകനാണ്, രാവിലെ ജോലിക്ക് പോകും, പറമ്പിൽ കുറേ പണിയെടുക്കും, അതിനുശേഷം തിരിച്ചെത്തും. പക്ഷെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ചെറിയ ഫാമിലി ആയിരുന്നു അവർ രണ്ടുപേരും. അങ്ങനെ ഇരിക്കെ ഇയാളുടെ തോട്ടത്തിലേക്ക് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴത്തേനും അവിടെയുള്ള അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം, വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളെല്ലാം തിന്നുകൊണ്ട് ഒരു കുതിര നിൽക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ആകെ ദേഷ്യം വന്നു. ഈ കുതിരയെ ഓടിച്ചു വിടുവാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ആരുടെയും കുതിരയല്ല, കാട്ടിൽ നിന്ന് എങ്ങനെയോ വഴിതെറ്റി ഇറങ്ങി വന്ന ഒരു കുതിരയാണ്. അപ്പോൾ പച്ചക്കറി പോയ സങ്കടമൊക്കെ മാറി ഇയാൾ കുതിരയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തുവാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ ഇയാളുടെ മകന് ഈ കുതിരയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കുതിരപ്പുറത്ത് കയറി കുറെ അഭ്യാസങ്ങൾ കാണിക്കുവാനും ആദ്യം ഓടിക്കുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കെ നാട്ടുകാർ ഇയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യമാണ്, നോക്കൂ നല്ലൊരു കുതിരയെ കിട്ടിയില്ലേ ഫ്രീ ആയിട്ടെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എല്ലാം മാറും, ഇന്നും സംഭവിക്കുന്ന ഒരു കാര്യം നാളെ മാറും, ഇത് ചിലപ്പോൾ നല്ലതായിരിക്കാം നല്ലതല്ലായിരിക്കാം. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇയാൾക്ക് എന്താ ഭ്രാന്താണോന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിര കാട്ടിലേക്ക് പോയി, തിരിച്ചുപോയി. അപ്പോൾ പറഞ്ഞു, കണ്ടില്ലേ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ കുതിര ഒരു നന്ദിയും കാണിക്കാതെ തിരിച്ചു പോയില്ലേ, ഭയങ്കര കഷ്ടം തന്നെ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അത് സംഭവിക്കാം, നല്ലതായിരിക്കാം അല്ലാതായിരിക്കാം, പക്ഷെ കാട്ടിലേക്ക് പോയി കുതിര
തിരിച്ചു വന്നത് വേറെ കുറെ കുതിരകളെ കൂട്ടിയിട്ടാണ്. ഇവരെല്ലാം ഇയാളുടെ കൂടെ വീണ്ടും താമസിക്കാൻ തുടങ്ങിയപ്പോൾ എഗെയിൻ നമ്മുടെ നാട്ടുകാരല്ലേ, അവർ വീണ്ടും പറഞ്ഞു എത്ര ഭാഗ്യവാനായ ഒരു മനുഷ്യൻ. അപ്പോൾ ഇയാൾ അപ്പോഴും റിപ്ലൈ പറഞ്ഞു നല്ലതായിരിക്കാം, അല്ലായിരിക്കാം, എന്തും സംഭവിക്കാം ജീവിതത്തിൽ. അങ്ങനെ ഇങ്ങനെ ഒരു കുതിരയെ ട്രെയിൻ ചെയ്തുകൊണ്ട് മകൻ ഒരു കുതിരപ്പുറത്ത് കയറിയപ്പോൾ അതിൽ നിന്ന് വീണിട്ട് അവന്റെ കൈയും കാലും ഒടിഞ്ഞ് കിടപ്പായി. എഗെയിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോഴാണ് ആ നാട്ടിലെ രാജാവിന് ഒരു വലിയ യുദ്ധം വന്നത്. യുദ്ധത്തിന് പോകാൻ വേണ്ടി ചെറുപ്പക്കാരെ വിളിക്കുവാൻ ഇയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് മകൻ കൈയും കാലും ഒടിഞ്ഞ് കിടക്കുകയാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നാട്ടുകാരൊക്കെ പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങളുടെയൊക്കെ മക്കൾ യുദ്ധത്തിന് പോയിരിക്കുകയാണ്, അവർ തിരിച്ചു വരുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മകന്റെ കാലൊടിഞ്ഞ് കിടന്നത് കൊണ്ടല്ലേ അവന് യുദ്ധത്തിന് പോകാതെ വീട്ടിൽ തന്നെ സുരക്ഷിതനായി ഇരിക്കാൻ പറ്റിയത്, എല്ലാം നിങ്ങളുടെ ഭാഗ്യം എന്ന്. അപ്പോഴും അയാൾ പറഞ്ഞു നല്ലതായിരിക്കാം, അല്ലായിരിക്കാം, മേ ബി. ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ടല്ലേ, നമുക്ക് എന്താണ് എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ വരുന്ന ഓരോ കാര്യങ്ങളും നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും എന്ന പ്രത്യാശയിൽ നിങ്ങളോടൊപ്പം ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. യാത്രാമൊഴി ചോദിക്കുന്നു ആനെന്ന ഞാൻ.